ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഇന്നിവിടെ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്ന ഒരു പുതിയ ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ടല്ലോ. ഓക്കെ, ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന ഈ രണ്ട് ലൈൻസുകൾ തമ്മിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഈ രണ്ട് ലൈൻസും അതിനെ ക്രോസ് ചെയ്യുന്ന മറ്റേ ലൈനുമായിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ? പറയാൻ കഴിയുന്നില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇതേപോലുള്ള ലൈൻസുകളുടെ പ്രത്യേകത എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ റെയിൽവേ ട്രാക്കിന് സമാനതയുള്ള ഒരു പിക്ചർ ബോർഡിൽ വരച്ചിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം എന്തൊക്കെയാണ് ഈ ലൈൻസുകളുടെ പ്രത്യേകത എന്ന്. ഓക്കെ, ഇവിടെ ലൈന് പേര് ഞാൻ കൊടുക്കുകയാണ്. ഈ ലൈനിന് L, അതേപോലെ ഈ ലൈനിന് M. ഓക്കെ, ഇവിടെ ഈ ലൈൻ P എന്ന് പറയുന്ന ഈ ലൈന്, ഇവിടെയുള്ള ഈ രണ്ട് ലൈനുകളിലെ L എന്നും M എന്നും പറയുന്ന ഈ ലൈൻസിനെ രണ്ട് പോയിന്റുകളായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്, അതായത് ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ ആ പോയിന്റ്? സപ്പോസ് ഇതൊരു A എന്നുള്ള പോയിന്റും B എന്ന പോയിന്റും കട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെയുള്ള ഈ ലൈനുകളെ L എന്ന് പറയുന്നതും ഈ M എന്ന് പറയുന്ന ലൈനുകളെ ഈ P എന്ന് പറയുന്ന ലൈന് രണ്ട് സ്ഥലങ്ങളായി കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ലൈന് വേറെ രണ്ടോ അതിൽ കൂടുതലോ, രണ്ടോ എത്രയായാലും കുഴപ്പമില്ല, അതിൽ കൂടുതലോ ലൈൻസിനെ ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. എന്താണ് ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇഫ് എ ലൈൻ ഇന്റർസെക്റ്റിംഗ് ടു ഓർ മോർ ലൈൻസ് അറ്റ് എ ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ് ഈസ് കോൾഡ് എ ട്രാൻസ്വേഴ്സൽ. അപ്പൊ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്? ഒരു ലൈന് വേറെ രണ്ടോ അതിൽ കൂടുതലോ ലൈൻസിനെ ഡിഫറെന്റ് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. അപ്പോൾ റെയിൽവേ ട്രാക്ക്, അതേപോലെ നമുക്ക് ചുറ്റും കാണുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ജനല്, പിന്നെ എന്താണ് ജനല് ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം എങ്ങനെ ട്രാൻസ്വേഴ്സൽ വരുന്നതെന്ന്. ഇങ്ങനെയല്ലേ നമ്മുടെ വീട്ടിലെ വിൻഡോസ് ഒക്കെ കാണുന്നത്? അപ്പോൾ ഇവിടെ നോക്ക്, ഇങ്ങനെ ആയിട്ട് വരുമല്ലോ, അഴികളായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ കാണുന്ന ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇതൊക്കെ നമുക്ക് ട്രാൻസ്വേഴ്സൽ ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അപ്പൊ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എത്രയേ ഉള്ളൂ. ഇഫ് എ ലൈൻ കട്ട്സ് ടു ഓർ മോർ ലൈൻസ് അറ്റ് ഡിഫറെന്റ് പോയിന്റ് ആർ കോൾഡ് ട്രാൻസ്വേഴ്സൽ. സിമ്പിൾ ആണ്. ഒരു ലൈന് രണ്ടോ അതിൽ കൂടുതലോ ലൈൻസിനെ ഡിഫറെന്റ് പോയിന്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. അങ്ങനെയെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഞാനിവിടെ രണ്ട് ലൈന് വരക്കുന്നുണ്ട്. L, M എന്നുള്ള ലൈന് വരക്കുന്നു. അതിന് വേറൊരു ലൈന് കട്ട് ചെയ്യുന്നുണ്ട്. വേറൊരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്യുകയാണ്. P എന്ന് പറയുന്നത്, ഇവിടെ ഈ P എന്ന് പറയുന്ന ലൈന് ഒരു ട്രാൻസ്വേഴ്സൽ ആണോ എന്നതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഒരു ലൈന് രണ്ടോ അതിൽ കൂടുതലോ ലൈൻസിനെ ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈൻസിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. അപ്പോൾ ഈ ലൈന് P എന്ന് പറയുന്ന ലൈന് ട്രാൻസ്വേഴ്സൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. അത് രണ്ടോ അതിൽ കൂടുതലോ, അപ്പോൾ ഇവിടെ രണ്ട് ലൈൻസിന് കട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അത് ഡിഫറെന്റ് പോയിന്റ്സിലാണോ കട്ട് ചെയ്യുന്നത്? അല്ല, അത് ഒരേ പോയിന്റിലാണ് കട്ട് ചെയ്യുന്നത്. ഈ M എന്ന് പറയുന്ന ലൈൻസിനെ കട്ട് ചെയ്തതും L എന്ന് പറയുന്ന ലൈൻസിനെ കട്ട് ചെയ്തതും ഒരേ പോയിന്റിലാണ്, അല്ലെങ്കിൽ ഇന്റർസെക്ട് ചെയ്തത് ഒരേ പോയിന്റിലാണ്. അതുകൊണ്ട് തന്നെ P ഈസ് നോട്ട് എ ട്രാൻസ്വേഴ്സൽ. മനസ്സിലായല്ലോ? അപ്പൊ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ലൈന് രണ്ടെണ്ണാണെന്നില്ലേ, മൂന്നോ ലൈൻസിനെ ഡിഫറെന്റ് പോയിന്റ്സിൽ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ വേറെ പോയിന്റ് വേറെ പോയിന്റ് ഡിഫറൻസ് പോയിന്റ്സിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈനിന് പറയുന്ന പേരാണ് ട്രാൻസ്വേഴ്സൽ. നമുക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ഉപയോഗിച്ച് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ?
ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ഈ ട്രാൻസ്വേഴ്സിൽ ഈ ലൈനുകളുമായിട്ട് 8 ആംഗിളുകൾ ഉണ്ടാക്കുന്നുണ്ട്. 8 ഡിഫറെന്റ് ആംഗിളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിളുകളുടെ പ്രത്യേകതയും അവയുടെ പേരുമാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഏതൊക്കെ ആംഗിൾ എന്ന് നോക്കാം. ഓക്കെ, പി എന്നുള്ള ട്രാൻസ്വേഴ്സിലാണ് എൽ എം എന്ന ലൈൻസിനെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കുന്ന ആംഗിള് നമുക്ക് എടുക്കാം. ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3, angle 4, angle 5, angle 6, angle 7, angle 8. ഇവയൊക്കെയാണ് ആ ആംഗിൾസ്. എന്തൊക്കെയാണ് ഈ ആംഗിൾസുകൾ? 8 ആംഗിളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ആംഗിൾസിന്റെ ഓരോന്നിന്റെയും പേരുകൾ പഠിക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഈ ലൈൻസ് എൽ എം എന്ന് പറയുന്ന ഈ ലൈനുകൾ ഉണ്ടല്ലോ, ഈ ലൈനുകളുടെ ഉള്ളിലുള്ള, അതായത് ഇന്റീരിയർ സൈഡിലുള്ള ആംഗിളുകളെ മാത്രം കൺസിഡർ ചെയ്യുന്നു. സപ്പോസ് ഇത് ഉള്ളിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അവിടെ വരഞ്ഞതാണ്. അപ്പോൾ ഈ എൽ എന്ന് പറയുന്ന എം എന്ന് പറയുന്ന ഈ ലൈനിന്റെ ഉൾഭാഗത്തുള്ള ആംഗിളുകൾ, അവയ്ക്ക് പറയുന്ന പേരുകളാണ് ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ ആംഗിൾസ്. ഇന്റീരിയർ എന്ന് പറയുന്ന വേർഡ്സ് തന്നെ ഉണ്ട്. എന്താണ്? ഇവയൊക്കെ ഈ ലൈൻസിന്റെ ഇന്റീരിയർ സൈഡിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഈ ലൈൻസിന്റെ ഈ രണ്ട് എൽ എന്ന് പറയുന്ന എം എന്ന് പറയുന്ന ഈ ലൈനിന്റെ ഇന്റീരിയറിൽ കാണുന്ന ആംഗിളുകൾ ഏതൊക്കെയാണ് പറയാൻ പറ്റുമല്ലോ? ഏതൊക്കെയാണ് പറഞ്ഞോളൂ. ആംഗിൾ 3, ആംഗിൾ 4, ആംഗിൾ 5, ആംഗിൾ 6. ഈ 4 ആംഗിളുകളാണ് ഈ രണ്ട് ലൈൻസിന്റെ ഇന്റീരിയറിൽ കാണുന്ന ആംഗിളുകൾ. അപ്പോൾ ഒരു ട്രാൻസ്വേഴ്സില് 2 ലൈനുകളുമായി ഉണ്ടാക്കുന്ന ആംഗിൾസില് ഉൾഭാഗത്ത് കാണുന്ന ആംഗിളുകളെ, ഇന്റീരിയർ സൈഡിൽ കാണുന്ന ആംഗിളുകളെ, ദ ആംഗിൾസ് ദാറ്റ് ആർ സിറ്റുവേറ്റഡ് ഇൻ ദ ഇന്റീരിയർ സെക്ഷൻ ഓഫ് 2 ലൈൻസ് ആർ കോൾഡ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ ഇന്റീരിയർ ആംഗിൾസ് മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് ഇന്റീരിയർ ഉണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾസ് പറയാൻ സാധിക്കും. എന്താണ് എക്സ്റ്റീരിയർ ആംഗിൾസ്? എക്സ്റ്റീരിയർ ആംഗിൾസ് സിമ്പിൾ ആണ്. ഈ 2 ലൈനിന്റെ എക്സ്റ്റീരിയർ ഭാഗത്ത് ഉള്ള ആംഗിൾസുകൾ, അഥവാ പുറത്തുള്ള ഭാഗത്തുള്ള ആംഗിളുകൾ. ഈ 2 ലൈൻസിന്റെ ഇന്റീരിയർ സൈഡ് ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗമാണ് എക്സ്റ്റീരിയർ സൈഡ്സ്. അപ്പൊ ഈ എക്സ്റ്റീരിയർ സൈഡ്, ഈ ഭാഗവും അതേപോലെ ഈ അടിഭാഗവും ഉള്ള ആംഗിളുകളാണ് എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓക്കെ, 1 ഏതൊക്കെയാണ് അതിന്റെ പേരുകൾ? ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 3 വരുമോ? ഇല്ല, അത് ഇന്റീരിയർ സൈഡാണ്. ആംഗിൾ 6 വരുമോ? ഇല്ല, അതും ഇന്റീരിയർ സൈഡാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു പോർഷൻ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് മാത്രമാണ് ഇന്റീരിയർ സെക്ഷൻ, ബാക്കിയുള്ളതാണ് എക്സ്റ്റീരിയർ. അപ്പോൾ എക്സ്റ്റീരിയറിൽ വരുന്ന പിന്നെയുള്ള ആംഗിളുകൾ ആംഗിൾ 7, അതേപോലെ ആംഗിൾ 8. ഈ ആംഗിളുകൾ എന്താണ്? എക്സ്റ്റീരിയർ ആംഗിളുകളാണ്. മനസ്സിലായല്ലോ? ഇന്റീരിയർ ആംഗിൾ ഏതാണെന്നും എക്സ്റ്റീരിയർ ആംഗിൾ ഏതാണെന്നും മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇന്റീരിയർ ആംഗിൾസും എക്സ്റ്റീരിയർ ആംഗിൾസും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം ഷെയ്ഡ് ചെയ്ത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി നമ്മൾ ഇന്റീരിയർ ആംഗിൾ തന്നെയുള്ള ഒരാംഗിളാണ് പഠിക്കുന്നത്. അതായത് പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓൺ ദ സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അതായത് ഇന്റീരിയർ ആംഗിൾ ആണ് പറയുന്നത്. അപ്പോൾ ഇന്റീരിയർ ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം. ഈ ഉൾഭാഗത്ത് കാണുന്ന ഈ 2 ലൈനിന്റെ ഇന്റീരിയർ സെക്ഷനിൽ കാണുന്ന ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യും. ഇതിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. അപ്പം ഇതാണ് ട്രാൻസ്വേഴ്സൽ. നമുക്കറിയാം പി എന്നുള്ളതാണ് ട്രാൻസ്വേഴ്സൽ. അതിന്റെ സെയിം സൈഡുള്ള ആംഗിളുകളുടെ പെയർ. അപ്പോൾ ഏതാണ് സെയിം സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി എന്ന ഈ ട്രാൻസ്വേഴ്സലിന്റെ ഈ ഭാഗത്ത് കാണുന്നത് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആംഗിളുകളും റൈറ്റ് സൈഡിലുള്ള ആംഗിളുകളുടെയും പെയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇന്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന ഈ 3, 6, 5, 4 ഈ ആംഗിൾ ആണ് ഇന്റീരിയർ ആംഗിൾ. ഇതിന്റെ
സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സലാണ് കണ്ടുപിടിക്കേണ്ട പെയർ. അപ്പൊ ഏതൊക്കെയായിരിക്കും ആ പെയർ? ആംഗിൾ 3 ആംഗിൾ 6 ഒരു പെയർ ആണല്ലോ, ഒരേ സൈഡിലാണല്ലോ ഉള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിലാണല്ലോ. ഈ ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആംഗിൾ ആണ് ആംഗിൾ 3 ആംഗിൾ 6. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇന്റീരിയർ ആംഗിളാണ് ആംഗിൾ 3 ആംഗിൾ 6. മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ ഈ ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ആംഗിളുകളുടെ പെയർ, ഇന്റീരിയർ ആംഗിളിന്റെ പെയർ ആംഗിൾ 4 ആംഗിൾ 5. സിമ്പിൾ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ആംഗിൾ ആണ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. ഇന്റീരിയർ ആംഗിളിന്റെ സെക്ഷൻ മാത്രം എടുക്കുക. ഇന്റീരിയർ ആംഗിൾ ആണ്. സോ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ ഇന്റീരിയർ സെക്ഷൻ മാത്രം എടുക്കുന്ന. ആൾട്ടർനേറ്റ് എന്താണ് ഈ വേർഡിന്റെ മീനിങ്? ആൾട്ടർനേറ്റ് എന്ന വേർഡിന്റെ മീനിങ് ഒന്നിടവിട്ടുള്ള എന്ന തരത്തിലുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ പ്രോപ്പർട്ടി 3 പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഒന്ന് നമുക്കറിയാം, പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്റീരിയർ, അതൊരു ഇന്റീരിയർ സെക്ഷനിലുള്ള ആംഗിളുകളാണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇന്റീരിയർ സെക്ഷനിലാണ് ഉള്ളത്. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇന്റീരിയർ ആയിരിക്കും ആ ആംഗിൾസ്, ഇന്റീരിയറിലാണ് ഉണ്ടാവുക. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? ആ 2 ആംഗിൾസും ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. ആ 2 ആംഗിൾസിനും ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. അപ്പൊ ഡിഫറെന്റ് വെർട്ടിസസ്. ഓക്കെ, അപ്പൊ 2 ആംഗിളുകൾ ഓൾട്ടർനേറ്റ് പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എടുക്കുകയാണെങ്കിൽ ഡിഫറെന്റ് വെർട്ടക്സ്. അപ്പൊ ഈ ആംഗിൾ 3 എടുത്ത ആംഗിൾ 4 എടുക്കാൻ പറ്റുമോ? ഇല്ല, അതിന് രണ്ടിനും കൂടെ ഒരു വെർട്ടക്സ് ആണ്, അപ്പൊ എടുക്കാൻ പറ്റില്ല. അതേപോലെ ഈ ആംഗിൾ 5 അല്ലെ ആംഗിൾ 6 എടുക്കാം, പെയർ ഓഫ് ഇന്റീരിയർ ആംഗിൾസ്. ഈ 2 പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമുക്ക് ആംഗിൾ 3ന്റെ ഒരു പെയർ കണ്ടുപിടിക്കാൻ വേണ്ടി ആംഗിൾ 6 ഓർ ആംഗിൾ 5 എടുക്കാം. പക്ഷെ ഒരു പ്രോപ്പർട്ടി കൂടെ ഉണ്ട്. എന്താണ് അത്? രണ്ടും ഓപ്പോസിറ്റ് ഈ ട്രാൻസ്വേഴ്സലിന്റെ ഓപ്പോസിറ്റ് സെക്ഷനിലായിരിക്കണം. ഒന്ന് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ സിറ്റുവേറ്റ് ചെയ്യുന്നത് ഒരാംഗിള്, മറ്റേ ആംഗിള് എന്തായാലും റൈറ്റ് സൈഡിലായിരിക്കണം. ഒന്ന് ലെഫ്റ്റ് സൈഡിലുള്ള എടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേത് റൈറ്റ് സൈഡിലുള്ള എടുക്കണം. അപ്പൊ ഞാൻ ഈ ആംഗിൾ 3 എടുത്തു. ഈ പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എടുക്കാൻ വേണ്ടി ഒരു ആംഗിൾ 3 ആയി എടുത്തെന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എടുക്കണമെങ്കിൽ മൂന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതാം. എന്താണ്? ഡിഫറെന്റ് സിറ്റുവേറ്റഡ് in different sides of transversal. ട്രാൻസ്വേഴ്സലിന്റെ ഡിഫറെന്റ് സൈഡിലാണ് അത് സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആംഗിൾ 3 എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ 4 എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കില്ല. അപ്പോ ഈ ആംഗിൾ 6 അല്ലെ ആംഗിൾ 5 എടുക്കാം. അപ്പൊ ആംഗിൾ 6 എടുക്കുകയാണെങ്കിൽ 2 ആംഗിളും ആംഗിൾ 3യും ആംഗിൾ 6 ഒരേ സൈഡിലായി പോകും. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം. അപ്പൊ ആംഗിൾ 5. മനസ്സിലാകുന്നുണ്ടോ? ഇത് ഒരു പെയർ ആണ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസിന്റെ ഒരു പെയറാണ് ആംഗിൾ 3യും ആംഗിൾ 5ഉം. അപ്പൊ മൂന്ന് പ്രോപ്പർട്ടിയാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. പെയർ ഓഫ് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആകണമെങ്കിൽ ഒന്ന് ആ 2 ആംഗിൾസും ഇന്റീരിയർ സെക്ഷനിലായി തന്നെ ആയിരിക്കണം. അത് നമുക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. രണ്ടാമത്തത് 2 ആംഗിൾസിനും ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. ഓക്കെ, മൂന്നാമത്തത് 2 ആംഗിളും സിറ്റുവേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് പൊസിഷനിലായിരിക്കണം. അതായത് ഈ ട്രാൻസ്വേഴ്സല് ഒരാംഗിള് ഈ ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മറ്റേ ആംഗിള് ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിലായിരിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ എടുക്കും? സിമ്പിളായി മനസ്സിലാക്കുകയാണെങ്കിൽ ഒന്ന് ഇവിടെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇവിടെ എടുക്കാം. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ആംഗിൾ 4 എടുത്തു. 2 പെയർ എടുക്കാൻ കഴിയും. ആംഗിൾ 4 എടുത്തു. അപ്പൊ ആംഗിൾ 6 ആണ് അതിന്റെ പെയർ ഓഫ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. ആംഗിൾ 4 എടുക്കുമ്പോൾ ആംഗിൾ 6. അപ്പൊ നമുക്ക് ഈ ഒരു ട്രാൻസ്വേഴ്സലില് 2 പെയർ ഓഫ് ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഒന്ന് ആംഗിൾ 3യും ആംഗിൾ 5ഉം, മറ്റൊന്ന് ആംഗിൾ 4ഉം ആംഗിൾ 6ഉം ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഈ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്
നമ്മുടെ മൈൻഡിൽ പെട്ടെന്ന് കാച്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു സൂത്രമുണ്ട്, പറഞ്ഞുതരാം. ഇതാ ഞാൻ ഇവിടെ ലൈന് വരക്കണേ, റെഡിനെ കൊണ്ട് വരക്കുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഒരു സെഡ് വരക്കുന്നത്. അപ്പൊ അതിന്റെ ഇവിടെ കാണുന്ന ഈ ആംഗിളും ഇവിടെ കാണുന്ന ഈ ആംഗിളും ആയിരിക്കും എന്ത്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. ആംഗിൾ 3ഉം ആംഗിൾ 5ഉം. നമുക്കൊരു സെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ രണ്ട് ആംഗിളുകളായി വരുന്ന ആംഗിൾ ആയിരിക്കും എന്ത്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ. ആംഗിൾ 3ഉം ആംഗിൾ 5ഉം ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. ഓക്കെ. അതേപോലെ നമുക്ക് ഈ ആംഗിൾ 6ഉം ആംഗിൾ 4ഉം ഒരു സെഡ് ഇങ്ങനെ, അതായത് നമ്മൾ മിറർ ഇമേജ് ഒക്കെ നോക്കൂലേ, അങ്ങനെ ഒരു സെഡിനെ എടുക്കുന്ന പോലെ വിചാരിക്കുന്നത് ഈ സൈഡിൽ. അപ്പൊ ഇവിടെ രണ്ടിടത്തും വരുന്ന ഈ ആംഗിളില്ലേ, ഞാൻ സെഡ് എടുത്ത് ശ്രദ്ധിക്കണേ, ഇതാ മിറർ ഇമേജ് പോലെ വരുന്ന സെഡ്. അപ്പോ ഇവിടെ കാണുന്ന ഈ ആംഗിൾ 4ഉം ആംഗിൾ 6ഉം എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ഈ ആംഗിളും ഇവിടെ കാണുന്ന ഈ ആംഗിളും. നിങ്ങൾക്ക് രണ്ട് ലൈന് തന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സെഡിന് ഉണ്ടാക്കി എടുക്കുക. എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ആംഗിളും ഇവിടെ കാണുന്ന ഈ ആംഗിൾ 5ഉം എന്തായിരിക്കും? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആയിരിക്കും. അതേപോലെ വേറൊരു സെഡ് ഇങ്ങനെ മിറർ ഇമേജിൽ കാണുന്ന പോലെയുള്ള ഈ ഒരു സെഡ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഇവിടെയും കാണുന്ന ഈ ആംഗിൾ, ഈ സെഡ് ഇൻക്ലൂഡഡ് ആയി വരുന്ന ഈ ആംഗിൾസ് ഏതാണ്? ഈ 4ഉം ഈ 6ഉം. എപ്പോഴും 4ഉം 6ഉം 5 വരണമെന്നില്ല, ഏതെങ്കിലും എത്രയെങ്കിലും മെഷർമെന്റ് ഒക്കെയാണ് തരിക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ആംഗിളിന്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പർ ഇട്ടത്. ഓക്കെ. അപ്പൊ ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എന്തായിരുന്നു പ്രോപ്പർട്ടി? 3 പ്രോപ്പർട്ടിയുള്ള ഡിഫറെന്റ് വെർട്ടക്സിലായിരിക്കണം. പിന്നെ അത് പേരിൽ തന്നെ ഉണ്ട്, ഇന്റീരിയർ സെക്ഷനിൽ തന്നെ ആയിരിക്കണം. അതേപോലെ ഇന്റീരിയർ സെക്ഷനിൽ തന്നെ ആണെങ്കിലും ഈ ട്രാൻസ്വേഴ്സലിന്റെ ഡിഫറെന്റ് സൈഡിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യണം. നമ്മൾ പേര് ഒന്ന് ഈ സൈഡിൽ എടുക്കുകയാണെങ്കിൽ മറ്റൊന്ന് മറ്റേ സൈഡിൽ എടുക്കണം. മനസ്സിലായല്ലോ. ഇനിയത്തതാണ് പെയർ ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്. സിമ്പിൾ ആണ്, നേരത്തെ പറഞ്ഞ അതേ സംഭവം. പക്ഷെങ്കിൽ എന്തായിരിക്കണം? എക്സ്റ്റീരിയറിലായിരിക്കണം. ആംഗിൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് എക്സ്റ്റീരിയർ സൈഡ്സ് ഓഫ് ദ ടു ലൈൻസ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഈ രണ്ട് ലൈൻസിന്റെയും എക്സ്റ്റീരിയർ ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യുക, അത് മാത്രം മൈൻഡിൽ എടുക്കുക. ഈ ആംഗിൾ 1, ആംഗിൾ 2, ആംഗിൾ 8, ആംഗിൾ 7 ഈ ആംഗിൾസ് ആണ് എക്സ്റ്റീരിയർ സൈഡ്സിലുള്ള ആംഗിളുകൾ, എക്സ്റ്റീരിയർ ആംഗിളുകൾ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെയർ ഓഫ് ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ ഓൾട്ടർനേറ്റ് ആംഗിൾസിന്റെ പ്രോപ്പർട്ടി ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. എന്തായിരുന്നു? ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. ഒരു ആംഗിള് ഞാനിവിടെ ആംഗിൾ 2 എടുത്തു. ഇതിൽ നമ്മൾ ആംഗിൾ 2, ആംഗിൾ 1, ആംഗിൾ 7, ആംഗിൾ 8 ഈ 4 ആംഗിളുകളാണല്ലോ എക്സ്റ്റീരിയർ ആംഗിൾസ്. ഓക്കെ. ഇതിൽ ഞാൻ ആംഗിൾ 2 പെയറാണ് എടുക്കേണ്ടത്. അപ്പോൾ ആംഗിൾ 2 എടുത്തു. അതിന്റെ പെയറായി വരുന്ന ഏതായിരിക്കും? ആംഗിൾ 2 എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. അപ്പൊ ആംഗിൾ 1 എടുക്കാൻ പറ്റുമോ? ഇല്ല, അത് ഒരേ വെർട്ടക്സ് ആണ് വരുന്നത്. ഓക്കെ. അപ്പോ പിന്നെ എന്താ പറഞ്ഞത്? ട്രാൻസ്വേഴ്സലിന്റെ ഡിഫറെന്റ് സൈഡിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ആംഗിൾ 7 എടുക്കാൻ പറ്റുമോ? ഇല്ല, ആംഗിൾ 2ഉം ആംഗിൾ 7ഉം ഈ ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അപ്പൊ അടുത്ത പെയറായിട്ട് നമുക്ക് ആംഗിൾ 8 ഇങ്ങനെ വരുന്ന എങ്ങനെ വരുന്ന ആംഗിൾസ് ആണ് ആൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയുന്നത്? ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. അതായത് ഒന്നുകിടെ ഇന്റീരിയർ സെക്ഷനിൽ നമ്മൾ ഇവിടെ ഏതാണോ ക്വസ്റ്റ്യൻ പറയുന്നത്, ഇന്റീരിയർ ആംഗിൾ ആണോ എക്സ്റ്റീരിയർ ആംഗിൾ ആണോ? ആൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾ ആണെങ്കിൽ ഇന്റീരിയർ സെക്ഷനിൽ വരണം. ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആണെങ്കിൽ അത് എക്സ്റ്റീരിയർ സെക്ഷനിൽ വരണം. അതായിരിക്കണം. അതേപോലെ മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ട്രാൻസ്വേഴ്സലിന്റെ ഡിഫറെന്റ് സൈഡ്സിലായിരിക്കണം സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ്സിലായിരിക്കണം. ഒന്ന് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മറ്റേത് റൈറ്റ് സൈഡിലായിരിക്കണം പെയർ എടുക്കുമ്പോൾ. അപ്പൊ ആംഗിൾ 2ഉം ആംഗിൾ 8ഉം എടുത്തു. ആംഗിൾ 2ഉം ആംഗിൾ 8ഉം എടുത്തു. അതേപോലെ ആംഗിൾ 1 എടുക്കുമ്പോൾ അതിന്റെ ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾ ആയിട്ട് എടുക്കുക ഏതാണ്? ആംഗിൾ 1ന്റെ കൂടെ ആംഗിൾ 2 എടുക്കാൻ പറ്റില്ല, ഒരേ വെർട്ടക്സ് ആണ് അതിന്. ഓക്കെ. ഇനി ഇതെടുക്കാൻ പറ്റുമോ? ആംഗിൾ 8 എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ട്? അത് ട്രാൻസ്വേഴ്സലിന്റെ റൈറ്റ് സൈഡിലെ രണ്ടും കൂടെ സിറ്റുവേറ്റ് ചെയ്യുന്നത്. ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ഒരേ സൈഡിലാണ്, ഈ ട്രാൻസ്വേഴ്സലിന്റെ ഒരേ സൈഡിലാണ് ഉള്ളത്. അതും പറ്റില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ള ഈ ആംഗിൾ 7 ആണ്. അപ്പൊ ആംഗിൾ 7 എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ 7ഉം ആംഗിൾ 1ഉം അവ രണ്ടും
ട്രാൻസ്വേഴ്സലിന്റെ ഡിഫറെന്റ് സൈഡ്സിലാണുള്ളത്. ഒന്ന് ലെഫ്റ്റ് സൈഡിലാണ്, ഒന്ന് റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ആംഗിൾസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ്. മനസ്സിലായല്ലോ? നേരത്തെ പോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നെടുത്താൽ മതി. ഇവിടെ ഒന്ന് ആംഗിൾ 2 എടുക്കുകയാണെങ്കിൽ ആംഗിൾ 8 എടുക്കുക, ആംഗിൾ 1 എടുക്കുകയാണെങ്കിൽ ആംഗിൾ 7 എടുക്കുക. ഒരേ സൈഡ്സിലുള്ള എടുക്കാൻ പറ്റൂല. ഒന്നാമത്തെ കണ്ടീഷൻ ഒരേ സൈഡിലുള്ള എടുക്കാൻ പറ്റില്ല, രണ്ടും ഡിഫറെന്റ് സൈഡിലായിരിക്കണം. ട്രാൻസ്വേഴ്സലിന്റെ ഡിഫറെന്റ് സൈഡിലായിരിക്കണം. രണ്ടാമത്തത് അത് രണ്ടും ഇവിടെ എക്സ്റ്റീരിയർ ആണെങ്കിൽ പറയുന്നത് എക്സ്റ്റീരിയർ സൈഡ്സിലുള്ള ആംഗിളുകളും എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മൂന്നാമത്തെ പറയുന്നത് അവയ്ക്ക് ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആംഗിൾസുകളുടെ പെയർ എങ്ങനെയായിരിക്കും? ആംഗിൾ 2, ആംഗിൾ 8, ആംഗിൾ 1, ആംഗിൾ 7. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അടുത്തൊരു ആംഗിൾ പഠിക്കുകയാണ്, പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പൊ ഈ വേർഡിന്റെ മീനിങ്, കറസ്പോണ്ടിങ് എന്നതിന്റെ മീനിങ് എന്താണ്? സദൃശ്യമായത്, അതായത് കാണാൻ ഒരുപോലുള്ളത്, അല്ലെങ്കിൽ ഇക്വിവാലന്റ് ക്യാരക്ടർ ഉള്ളത് എന്നൊക്കെ പറയാം. ഓക്കെ, അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ട്രാൻസ്വേഴ്സൽ പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ ഈ എല് എമ്മോ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എല്ലോ ആയിട്ട് എമ്മോ ആയിട്ട് ഉണ്ടാക്കുന്ന പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇതിലും നമ്മൾ 3 പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഡിഫറെന്റ് വെർട്ടക്സ് ആയിരിക്കണം. ഡിഫറെന്റിന് ഡി മാത്രമേ എഴുതുന്നുള്ളൂ. വെർട്ടക്സ്, നമ്മളിപ്പോ ഒരേ ആംഗിള് ഒരു വെർട്ടക്സിലുള്ളത് എടുക്കുകയാണെങ്കിൽ മറ്റേത് ആ വെർട്ടക്സ് തന്നെയുള്ള ആംഗിൾ എടുക്കാൻ പറ്റില്ല, ഡിഫറെന്റ് വെർട്ടക്സ് തന്നെ ആയിരിക്കണം. രണ്ടാമത് പറയുന്നത് സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സിലായിരിക്കണം. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ഒരു ആംഗിൾ എടുക്കുന്നത്, ആ മറ്റേ പെയറായിട്ട് എടുക്കുന്ന ആംഗിളും എന്തായിരിക്കണം? സെയിം സൈഡ് തന്നെ ആയിരിക്കണം. സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ. ഓക്കെ, സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സിലായിരിക്കണം. മൂന്നാമത് പറയുന്ന കണ്ടീഷൻ, ദേ ആർ ഇൻ കറസ്പോണ്ടിങ് പൊസിഷൻ. അതായത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കറസ്പോണ്ടിങ് പൊസിഷൻ. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാം ഈ ആംഗിൾസ് എന്താണ്? പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പൊ നമ്മൾ പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എടുക്കാൻ വേണ്ടി ഇവിടെ നമുക്ക് ഈ പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സിൽ 2 ലൈനിനല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഓരോ ലൈൻസിനെ ആയിട്ട് കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ലൈന് ഇവിടെ വരക്കണേ, ചെറുതായി വരക്കണേ. ഈ എൽ എന്ന് പറയുന്ന ലൈനിനെ പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നു. അതേപോലെ ഈ എം എന്ന് പറയുന്ന ലൈനിനെ ഈ പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എടുക്കേണ്ട പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾ എടുക്കേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. എങ്ങനെ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം നമ്മൾ ഡിഫറെന്റ് വെർട്ടക്സിലായിരിക്കണം, സെയിം സൈഡ്സ് ഓഫ് ദ ട്രാൻസ്വേഴ്സിലായിരിക്കണം. അപ്പൊ ഈ ലെഫ്റ്റ് സൈഡ് മാത്രം കൺസിഡർ ചെയ്യും. ട്രാൻസ്വേഴ്സലിന്റെ ലെഫ്റ്റ് സൈഡുള്ള മാത്രമുള്ള ആംഗിളാണ് ഫസ്റ്റ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡിഫറെന്റ് വെർട്ടക്സിലായിരിക്കണം. അപ്പൊ ഒന്ന് ഇവിടെ എടുക്കുകയാണെങ്കിൽ, അതായത് ഈ 2 ആംഗിൾ 2 എടുക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത ആംഗിൾ എങ്ങനെ എടുക്കുക? ഡിഫറെന്റ് വെർട്ടക്സിലായിരിക്കണം, ഒരേ സൈഡ്സിലായിരിക്കണം. പിന്നെ എന്നാ മൂന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത്? കറസ്പോണ്ടിങ് പൊസിഷൻ. കറസ്പോണ്ടിങ് പൊസിഷൻ എന്ന് പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈന് ഈ പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സിൽ എല്ലോ ആയിട്ട് ഉണ്ടാക്കുന്ന മുകളിലത്തെ ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ചത്. അതായത് ഈ ആംഗിൾ 2 ആണ് എടുക്കുന്നതെങ്കിൽ മറ്റേ ലൈനുമായിട്ട് ഈ ട്രാൻസ്വേഴ്സിൽ ഉണ്ടാക്കുന്ന മുകളിലത്തെ ആംഗിൾ തന്നെ എടുക്കുക. അതായത് ഈ 6. ഇവിടെ ഈ പി എന്ന് പറയുന്ന ഈ ട്രാൻസ്വേഴ്സിൽ എല് എന്ന് പറയുന്ന ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന മുകളിലത്തെ ആംഗിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആംഗിൾ എടുക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈഡ് തന്നെയുള്ള ഈ എം എന്ന് പറയുന്ന ഈ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന മുകളിലത്തെ ആംഗിൾ തന്നെ എടുക്കുക. അതാണ് കറസ്പോണ്ടിങ് പൊസിഷൻ. ഇനി നമ്മൾ അതിന്റെ താഴെയുള്ള ആംഗിൾ ആണ് എടുക്കുന്നതെന്ന് വിചാരിച്ചോ. ഈ പി എന്ന് പറയുന്ന ഈ ട്രാൻസ്വേഴ്സൽ ഈ എൽ എന്ന് പറയുന്ന ഈ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന ഈ താഴെയുള്ള ഈ 3 എന്ന് പറയുന്ന ഈ ലൈനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതേപോലെ ഈ ട്രാൻസ്വേഴ്സൽ എമ്മു ആയിട്ട് ഉണ്ടാക്കുന്ന താഴെയുള്ള ഈ ആംഗിൾ തന്നെ എടുക്കുക. ഈ ആംഗിൾ 7. അപ്പോ നമ്മളിവിടെ ആംഗിൾ 2 എടുക്കുകയാണെങ്കിൽ ആംഗിൾ 6 എടുത്തു. ഇനി താഴെയുള്ള എടുക്കുകയാണെങ്കിൽ ആംഗിൾ 3 എടുക്കുകയാണെങ്കിൽ ആംഗിൾ 7 എടുക്കുന്നു. അതാണ് കറസ്പോണ്ടിങ് പൊസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള 2 ആംഗിളും നമുക്ക് കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്കിവിടെ എഴുതാം ആംഗിൾ
ഏതൊക്കെയാ പേയേഴ്സ് എഴുതാം. ലെഫ്റ്റ് സൈഡിലെ പെയർ മാത്രം ഞാൻ ഫസ്റ്റ് എഴുതുന്നു. എന്തൊക്കെയാണ് അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷൻ എടുക്കുന്ന കാര്യമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. നമ്മള് മുകളിലത്തെ ആംഗിൾ എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ആംഗിൾ മാത്രം കൺസിഡർ ചെയ്യാം. മുകളിലത്തെ ആംഗിൾ എടുക്കുമ്പോൾ താഴെയുള്ളയും അതേ മുകളിലുള്ള ആംഗിൾ എടുക്കുക. ആംഗിൾ 6 മനസ്സിലായോ? ഇവിടെയുള്ള മുകളിലെ ആംഗിൾ എടുത്തു, ഇതിന്റെയും മുകളിലുള്ള ആംഗിൾ എടുത്തു. ഓക്കെ, വേറെ ഒന്ന് ഏതാണ്? ഇനി താഴെയുള്ള ആംഗിൾ ആണ് എടുക്കുന്നത്. ഈ ട്രാൻസ്വേഴ്സൽ പി എന്ന് പറയുന്ന ട്രാൻസ്വേഴ്സൽ എല്ലോ ആയിട്ട് ഉണ്ടാക്കിയ ഈ താഴെയുള്ള ആംഗിൾ 3 എടുത്തു. അതേപോലെ എം ആയിട്ട് ഉണ്ടാക്കിയ താഴെയുള്ള ആംഗിൾ 7 എടുത്തു. 2 പേർ കിട്ടിയല്ലോ. ഇനി നമ്മൾ റൈറ്റ് സൈഡിലേക്ക് വരുന്നു. അപ്പൊ റൈറ്റ് സൈഡിലും ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എടുക്കുക. മുകളിലുള്ള ആംഗിൾ എടുക്കുകയാണെങ്കിൽ ആംഗിൾ 1 എടുക്കുകയാണെങ്കിൽ നമ്മൾ അതേ പ്രോപ്പർട്ടി, അതേ സാദൃശ്യമുള്ള ഏതാണ് ആംഗിൾ 5 അല്ലേ? ഈ എം ആയിട്ട് ഉണ്ടാക്കുന്ന മുകളിലുള്ള ആംഗിൾ 5. ഓക്കെ, ഇനി ഈ അടിയിലുള്ള ആംഗിൾ എടുക്കുമ്പോൾ ആംഗിൾ 4 എടുക്കുകയാണെങ്കിൽ അതേപോലുള്ള മറ്റേ ആംഗിൾ 8 എടുക്കുന്നു. ഈ ആംഗിൾസുകളൊക്കെയാണ് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. നമ്മൾ എടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. കറസ്പോണ്ടിങ് ആംഗിൾസ് എടുക്കുമ്പോൾ എടുക്കുന്നത് എല്ലാം ഒരേ സെക്ഷനിൽ നിന്ന് എടുക്കുക. ആംഗിൾ 2 എടുക്കുമ്പോൾ നമ്മൾ എവിടെ എടുക്കണം? അതേപോലെ കാണുന്ന ഈ ആംഗിൾ 6 മറ്റേ ലൈനുമായിട്ട് ഉണ്ടാക്കുന്ന അതേ മോഡലിൽ കാണുന്ന അതേ മുകളിൽ എടുക്കുമ്പോൾ മുകളിൽ തന്നെ എടുക്കുക. ആംഗിൾ 2 എടുക്കുമ്പോൾ ആംഗിൾ 6 എടുക്കുക. ആംഗിൾ 3 എടുക്കുമ്പോൾ ആംഗിൾ 7 എടുക്കുക. എന്ന രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4 പെയർ ഓഫ് കറസ്പോണ്ടിങ് ആംഗിൾസ് കിട്ടും. മനസ്സിലായല്ലോ?